എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സ്പിരിച്വൽ മാസ്റ്റേഴ്സിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആൾക്കാർ പറയുന്നത് എല്ലാവരും ഉണ്ടെങ്കിലും ആരുമില്ലാത്തവനെ പോലെ? അതിൻ്റെ അർത്ഥം എന്താ? കൂട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷെങ്കിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ വ്യക്തി വിചാരിക്കുന്നത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ആർക്കും എന്നെ അറിയത്തില്ല. ഞാൻ ഒരു കാര്യം പറയട്ടെ, കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ വ്യക്തിപരമായി അറിയുന്നു. ഹി നോസ് യു ഇൻ എ വെരി പേഴ്സണൽ വേ. വളരെ പേഴ്സണലായിട്ട് കർത്താവ് നിങ്ങളെ അറിയുന്നുണ്ട്. അവന് നിങ്ങളെ അറിയാം, അവന് നിങ്ങളെ മനസ്സിലാകുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഹി കോൾസ് ഹിസ് ഷീപ്പ് ബൈ നെയിം ആൻഡ് ലീഡ്സ് ദം. അവൻ അവൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ചാണ് അവൻ അവരെ ഓരോരുത്തരെയും നയിക്കുന്നത്. ഓരോ ആടിൻ്റെയും പേരറിയാം, ഓരോന്നിൻ്റെയും സ്വഭാവം അറിയാം, ഓരോന്നിൻ്റെ ഇഷ്ടങ്ങൾ അറിയാം, ഓരോന്നിൻ്റെ ഇഷ്ടക്കേടുകൾ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ആ 100 ആടുകളിൽ ഒരെണ്ണം കാണാതെ പോയപ്പോൾ എന്ത് സംഭവിച്ചു? 100 ഒന്നല്ലേ പോയെ, അങ്ങനെയല്ല വിചാരിച്ചേ. 100-ൽ 1 എന്നുള്ളതല്ലായിരുന്നു, ഈ 100 ഏതാ പോയെന്നുള്ള അന്നേരം തിരിച്ചറിഞ്ഞു. കാരണം ഓരോന്നിൻ്റെ പേരറിയാം, ഓരോന്നിൻ്റെ സ്വഭാവം അറിയാം, ഓരോന്നിൻ്റെയും ഇഷ്ടങ്ങൾ അറിയാം. അപ്പം ഏതാണ് പോയ, ഏതാടാ നഷ്ടപ്പെട്ടെന്നുള്ളതാണ്, ഒരെണ്ണം എന്നല്ല. അപ്പം ആ ആടിൻ്റെ പുറകെ പോയി 99 എണ്ണത്തിനെ മാറ്റി സൂക്ഷിച്ചു വെച്ചിട്ട് ആ നഷ്ടപ്പെട്ട അതിൻ്റെ സ്വഭാവം അറിയാം. അതുകൊണ്ട് അത് എവിടെ വെച്ചായിരിക്കും തെന്നിപ്പോയ, വഴി വിട്ടുപോയെന്നുള്ളതും അറിയാം. അതുകൊണ്ട് ആ സ്പോട്ടിൽ തന്നെ പോയി അതിനെ രക്ഷപ്പെടുത്താൻ സാധിച്ചു. അതാണ് പൗലോസിന് ആ മർമ്മം തിരിച്ചറിഞ്ഞു. പൗലോസ് അതാണ് പറയുന്നത് ഗലാത്യ ലേഖനം 2:20 ഇനിയും എന്നിൽ ഞാനല്ല ക്രിസ്തു അത്ര എന്ന് പറഞ്ഞിട്ട് പറയുന്നത്, ദൈവപുത്രൻ, ദ സൺ ഓഫ് ഗോഡിനെ കുറിച്ച് പറയുന്ന ദൈവപുത്രൻ എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു നടന്നത്. എനിക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി എന്നല്ല പറഞ്ഞ, നമുക്ക് വേണ്ടിയൊന്നും അല്ല പറഞ്ഞ, എനിക്ക് വേണ്ടി, പേഴ്സണൽ. അത് പൗലോസിന് ആ ഒരു മർമ്മം അറിയായിരുന്നു. പേഴ്സണലാണ്. കർത്താവ് ക്രൂശിൽ കയറിയത് നിങ്ങളെ ഉദ്ദേശിച്ച് മാത്രമാണ്, ജസ്റ്റ് ഫോർ യു. നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് കർത്താവ് ക്രൂശിൽ കയറി. എല്ലാവരെയും കൂടെ ഒരു ഗ്രൂപ്പായിട്ടല്ല കർത്താവ് മരിച്ചത്, വ്യക്തിപരമായിട്ടാണ്. കർത്താവ് ക്രൂശിൽ കയറിയപ്പോൾ എന്നെ കണ്ടു, എന്നെ കണ്ടിട്ട് എനിക്ക് വേണ്ടിയാണ് കർത്താവ് ക്രൂശിൽ മരിച്ചത്. ഹല്ലേലൂയ. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സംഭവം ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് വെക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് ക്രൂശിൽ കടന്നപ്പോൾ അവിടെ ആ മരിക്കുന്ന നിമിഷം ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിച്ചത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. മർക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 39-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: അവനെതിരെ നിന്നിരുന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട് ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞു. അവന് ആ ക്രൂശിന്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന ശതാധിപൻ അവൻ ഇങ്ങനെ പ്രാണനെ വിട്ടത് കണ്ടിട്ട്, എങ്ങനെ കർത്താവ് എങ്ങനെയാ പ്രാണനെ വിട്ടെ? അതിൻ്റെ തൊട്ട് മുൻപിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാം, കർത്താവ് അത്യുച്ചത്തിൽ അലറി കരഞ്ഞ് പ്രാണനെ വിട്ടു എന്ന് പറയും. അപ്പോൾ ഒരാൾ ഉറക്കെ കരഞ്ഞ് പ്രാണനെ വിടുന്നതിൽ എന്താ ഇത്ര സ്പർശിക്കാനിരിക്കുന്നത്? എന്നതാണ് കരഞ്ഞതെന്നുള്ളത് ലൂക്കോസ് പറയുന്നുണ്ട് വ്യക്തമായി. ലൂക്കോസ് എഴുതിയ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 46-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ്: യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഇത് അങ്ങനെ നിലവിളിച്ച് പറഞ്ഞു, അതാണ് കരഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് അവൻ പ്രാണനെ വിട്ടു. ഇത് കണ്ടപ്പോൾ അവൻ്റെ നേരെ ഓപ്പോസിറ്റ് നിന്ന് ആ ശതാധിപൻ പറയാ, ഇവൻ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പുത്രനാണ്. എന്തായിരിക്കും ശതാധിപന് ആ ഒരു കാഴ്ച അത്രയും സ്പർശിക്കാൻ കാരണം? എന്താണെന്നറിയോ? ശതാധിപൻ റോമൻ മനുഷ്യനായി. ഹി വാസ് എ റോമൻ. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ അന്നത്തെ കാലത്ത് അവരുടെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ഒരു വീട്ടിൽ മരിക്കാറായ സമയത്ത് ആ മരിക്കുന്ന വ്യക്തിയുടെ ഏറ്റവും അടുത്ത ബന്ധു, ഏറ്റവും അടുത്ത റിലേഷനുള്ള ആൾ ഈ വ്യക്തിയുടെ അടുത്ത് വന്നിക്കും. ഈ വ്യക്തി അവസാനത്തെ ശ്വാസം ഇങ്ങനെ വലിച്ചു വിടാൻ വെയിറ്റ് ചെയ്യും. അവസാനത്തെ ശ്വാസം വലിച്ചു വിടുമ്പോഴത്തേന് ഈ ഏറ്റവും അടുത്ത ബന്ധു അത് അവരുടെ വാ തുറന്ന് അതിനെ റിസീവ് ചെയ്യും. അവർ വിശ്വസിക്കുന്നത് അങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ മരിക്കുന്ന ആളിൻ്റെ ആത്മാവിനെ ഈ ഏറ്റവും അടുത്ത ബന്ധു റിസീവ് ചെയ്യുന്നു, ഏറ്റവും അടുത്ത റിലേറ്റീവ് റിസീവ് ചെയ്യുന്നു എന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ റോമൻ പട്ടാളക്കാരൻ അദ്ദേഹം നോക്കിയപ്പോൾ അദ്ദേഹം ചെറുപ്പം തൊട്ടേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കണ്ടുവന്നതാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ഇതാണ് അവരുടെ കൾച്ചർ. അദ്ദേഹം നോക്കിയപ്പം
അപ്പൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവായിരിക്കുന്ന അപ്പൻ്റെ കയ്യിലേക്ക് പ്രാണനെ ഏൽപ്പിച്ചേച്ച് മരിക്കുന്നു. അന്നേരം കണ്ണു തുറന്നു, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനായിരുന്നു. പ്രിയ ദൈവമക്കളെ, എത്ര വ്യക്തിപരമായാണ് യേശു ഓരോരുത്തരെയും സ്പർശിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചോ? നമ്മൾ പലരുടെയും സ്റ്റോറീസ് കേട്ടിട്ടുണ്ടല്ലേ? എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് അവരെ പേഴ്സണലി യുണീക്ക് രീതിയിൽ ദൈവം തൊട്ട കാര്യങ്ങൾ, യേശു അവനെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് റിവീൽ ചെയ്ത രീതികൾ എത്ര യുണീക്കാണ്. പ്രിയ ദൈവമക്കളെ, യെരമ്യാ പ്രവചനം 29 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: യു വിൽ സീക്ക് മീ ആൻഡ് ഫൈൻഡ് മീ വെൻ യു സീക്ക് മീ വിത്ത് ഓൾ യുവർ ഹാർട്ട്. നിങ്ങൾ മുഴു ഹൃദയത്തോടെ എന്നെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. നമ്മൾ വിചാരിക്കും പലപ്പോഴും ഈ ആയിരക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ ഞാനൊരാൾ, എന്നെ ദൈവം എന്നാ ശ്രദ്ധിക്കാനാണ്. അങ്ങനെയല്ല. കോടിക്കണക്കിന് ആൾക്കാരാണെങ്കിലും ഓരോരുത്തരുടെയും പേരറിയുന്നവനാണ് നമ്മുടെ ദൈവം. എന്നെ വളരെ പേഴ്സണലായിട്ട് അറിയുകയും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്നെ തന്നെ അറിയുന്നതിനെക്കാട്ടി നന്നായിട്ട് എന്നെ അറിയുന്ന ദൈവമാണ് ആ യേശു. ആ ദൈവം പറയാണ്, നിങ്ങൾ എന്നെ അന്വേഷിച്ചാൽ, മുഴു ഹൃദയത്തോടെ അന്വേഷിച്ചാൽ നിങ്ങൾ എന്നെ കണ്ടെത്തും. ശ്രദ്ധിച്ചോ, ഇവിടെ പറഞ്ഞു നിങ്ങൾ എന്നെ കണ്ടെത്തും. അല്ലാതെ ഞാൻ എന്നെ തന്നെ റിവീൽ ചെയ്യത്തില്ല, ഞാൻ മറച്ചിരിക്കും എന്നല്ല പറയുന്നത്. പ്രിയ ദൈവമക്കളെ, ആ ശതാധിപൻ കണ്ടെത്തിയതുപോലെ ഈ ഗുഡ് ഫ്രൈഡേയിൽ നിങ്ങളും ക്രിസ്തുവിനെ ഒന്ന് മുഴു ഹൃദയത്തോടെ ഒന്ന് അന്വേഷിച്ച് ഒന്ന് ആഗ്രഹിച്ച് അവനോടൊന്ന് പറഞ്ഞു, എനിക്ക് നിന്നെ കാണണം, എനിക്ക് നിന്നെ ഒന്ന് അറിയണം. അവൻ അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ആൻഡ് യുണീക്ക് രീതിയിൽ നിങ്ങളുടെ മുൻപിൽ അവനെ തന്നെ ഒന്ന് റിവീൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും ആ ശതാധിപൻ യേശുവിനെ കണ്ടെത്തിയതുപോലെ ഈ ഗുഡ് ഫ്രൈഡേ സമയത്ത് നിങ്ങളും യേശുവിനെ ഒന്ന് വ്യക്തിപരമായ രീതിയിൽ ഒന്ന് കണ്ടെത്തുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.